അതാണ് ഷഹ്റുൻ ജഅലല്ലാഹു സിയാമഹു ഫരീള. ആ മാസത്തിൽ നോമ്പ് അല്ലാഹു നിർബന്ധമാക്കി. നിരുപാധികം എല്ലാവർക്കും നിർബന്ധ. എന്നാൽ ചില രോഗികൾ അവർക്ക് നോമ്പ് നോൽക്കാൻ കഴിയൂലെങ്കിൽ എന്ത് ചെയ്യണ്ട? നോമ്പ് നോൽക്കണ്ട. നല്ലൊരു പനി വന്നു, പനി വന്നിട്ട് ഇങ്ങനെ വിറക്കുകയാണ്. ഡോക്ടറെ കാണിച്ചു, നോമ്പ് നോൽക്കണോ? ഡോക്ടർ പറഞ്ഞു നോമ്പെടുത്താൽ ബുദ്ധിമുട്ടാവും, തടിയാകെ തളർന്നു പോവും, ഒരു പക്ഷേ നിങ്ങൾക്ക് പിന്നെ ഈ റമളാനിൽ ഒറ്റ നോമ്പും നോൽക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും. നിങ്ങൾ തൽക്കാലം ഒരു 4 ദിവസത്തേക്ക് എന്ത് ചെയ്യണ്ട? പടച്ചോനെ ഇറ്റൾ ഉറങ്ങിപ്പോയോ റബ്ബേ, ഒരു 4 ദിവസത്തേക്ക് എന്ത് ചെയ്യണ്ട? നോമ്പ് നോൽക്കണ്ട. കുഴപ്പമില്ല, 4 ദിവസം എന്ത് ചെയ്യാൻ ഞാൻ മതി? നോമ്പ് എടുക്കാൻ ഞാൻ മതി. ഞാൻ മുദ്ദ് കൊടുക്കണോ? അടുത്ത റമളാന്റെ മുമ്പ് ആ നോമ്പ് ഖളാ വീട്ടാണ്, മുദ്ദ് കൊടുക്കണോ? മുദ്ദ് കൊടുക്കണ്ട. എന്നാൽ ഒരാൾക്ക് കിഡ്നിക്ക് തകരാറ് ബാധിച്ചു, വാൾവിനും തകരാറ് ബാധിച്ചു. ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഇനി ഒരിക്കലും നോമ്പെടുക്കാൻ പറ്റൂല, നിങ്ങൾ അവസ്ഥ നിലയിലാണ്. നോമ്പിനെ കുറിച്ച് നിങ്ങൾ ആയുസ്സിൽ നിങ്ങൾ ചിന്തിക്കണ്ട. അയാൾ എന്ത് ചെയ്യണ്ട? നോമ്പ് നോൽക്കണ്ട. അയാൾക്ക് പിന്നെന്ത് ചെയ്യാന്നറിയോ? സാമ്പത്തികമായി ശേഷിയുണ്ടെങ്കിൽ ഒരു നോമ്പിന് ഒരു മുദ്ദ് കൊടുക്കാം. ശേഷിയുണ്ടെങ്കിൽ, ശേഷിയില്ലെങ്കിൽ അതും വേണ്ട. സാമ്പത്തികമായി ഇന്നത്തെ നോമ്പിന് ഇന്ന് ഒരു മുദ്ദ് പറഞ്ഞ ഒരു 750 ഗ്രാം, ഒരു 750 ഗ്രാം അരി സാധുവായ ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്താൽ മതി. നോമ്പ് നോറ്റ കൂലി അതുകൊണ്ട് അയാൾക്ക് കിട്ടും. ഇനി അയാൾക്ക് ഭാവിയിൽ നോമ്പ് നോൽക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. എന്നാൽ ഈ നോമ്പ് അയാൾ എന്ത് ചെയ്യേണ്ടതില്ല? നോൽക്കേണ്ടതില്ല. കാരണം കഴിയൂല എന്ന് ഡോക്ടർ ഉറപ്പ് തന്നത് കൊണ്ട് അയാൾ മുദ്ദ് കൊടുത്തുകളുടെ നോറ്റതുപോലെയായി. മനസ്സിലായോ? എന്നതുപോലെ ഒരു ഗർഭിണി ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് നോമ്പെടുത്തോളൂ എന്ന് പറഞ്ഞു. ഒരു പ്രശ്നമില്ല, എന്ത് ചെയ്യാം? നോമ്പെടുക്കാം. നിങ്ങൾ നോമ്പെടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്കോ നിങ്ങളെ കുട്ടിക്കോ ഒരു തകരാറും ഒന്നും ഉണ്ടാവില്ല. ധൈര്യമായിട്ട് നോമ്പെടുത്തോളൂ എന്ന് പറഞ്ഞു. ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? നോമ്പെടുക്കാം. ഡോക്ടർ പറഞ്ഞു ഈ റമളാനിൽ എന്ത് ചെയ്യണ്ട? നോമ്പെടുക്കണ്ട. നോമ്പെടുത്താൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. കുട്ടിക്ക് കുഴപ്പമൊന്നും, കുട്ടിക്ക് വിഷയമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ വരും. അങ്ങനെയാണെങ്കിൽ നോമ്പ് എടുക്കണ്ട. പിന്നെയോ അടുത്ത റമളാന്റെ മുമ്പ് ഈ നോമ്പ് ഖളാ വിട്ടണം, മുദ്ദും കൊടുക്കണ്ട. കാരണം സ്വന്തം ശരീരത്തിന് പ്രശ്നം ഉണ്ടാകുമെന്ന് ഭയന്നിട്ട് നോമ്പ് ഒഴിവാക്കിയാൽ എന്ത് വേണ്ട? മുദ്ദ് വേണ്ട. എന്നാൽ കുട്ടിക്ക് പ്രശ്നം ഉണ്ടെന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നോമ്പ് ഖളാവും വീട്ടണം. പിന്നെന്തും വേണം? മനസ്സിലായോ? കുട്ടിയുടെ കാര്യത്തിൽ ആശങ്ക ഉള്ളത് കൊണ്ടാണ് നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ ഖളാ വീട്ടിയാൽ മാത്രം പോരാ. അടുത്ത റമളാന്റെ മുമ്പ് തന്നെയാണ് ഖളാ വീട്ടുന്നതെങ്കിലും എന്ത് വേണം? ഒരു മുദ്ദ് കൊടുക്കണം. നിങ്ങൾക്കും പ്രശ്നമാണ്, കുട്ടിക്കും പ്രശ്നമാണ്. നോമ്പെടുത്താൽ എന്നാ നോമ്പെടുക്കണ്ട. പക്ഷെ കുട്ടിക്കും കൂടെ പ്രശ്നമുള്ളത് കൊണ്ട് ഒരു മുദ്ദ് കൊടുക്കണം. അപ്പൊ കുട്ടിക്ക് പ്രശ്നം ഉണ്ടെങ്കിലേ മുദ്ദ് കൊടുക്കേണ്ടതുള്ളൂ. അല്ല കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനെന്ത് വേണ്ട? മുദ്ദ് കൊടുക്കണ്ട. സംഗതി മനസ്സിലായോ? എന്നതുപോലെ മുർളിയത്താണ്, മുലയൂട്ടുന്ന പെണ്ണാണ്. ഈ മുലയൂട്ടുന്ന പെണ്ണ് നോമ്പെടുത്തു കഴിഞ്ഞാൽ അവൾക്ക് കൊണ്ട് തന്നെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാ അങ്ങനെയാണെങ്കിൽ അവൾ നോമ്പെടുക്കണ്ട, അവൾ മുദ്ദും കൊടുക്കണ്ട. ഖളാ വിട്ടണം. എന്നാൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുട്ടിയുടെ കാര്യത്തിലാണ് ആശങ്ക. കുട്ടിക്ക് പാലുണ്ടാവില്ല, അതാണ് ബുദ്ധിമുട്ട്. അപ്പൊ കുട്ടിക്ക് വേണ്ടിയുള്ള നോമ്പ് ഒഴിവാക്കി. എന്നാൽ ഖളാ എന്തായാലും വിട്ടണം. പക്ഷേ ഖളാ എന്തായാലും വിട്ടണം, കുട്ടിയുടെ കാര്യമായതുകൊണ്ട് മുദ്ദും കൊടുക്കണം. മനസ്സിലായോ? കുട്ടിയുടെ മേൽ ഭയപ്പെട്ട് നോമ്പ് ഒഴിവാക്കിയാൽ മുദ്ദും കൂടി കൊടുക്കണം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അള്ളാഹു അതൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രസവമൊക്കെ കഴിഞ്ഞു, അവൾ ആ പ്രസവ രക്തത്തിന്റെ സമയത്താണ് എങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? നോമ്പ് നിൽക്കാൻ പാടില്ല. പിറ്റത്തെ റമളാനാകുന്നതിന് മുമ്പ് ആരോഗ്യം അനുവദിക്കുന്നുവെങ്കിൽ ഖളാ വിട്ടണം. ഖളാ വിട്ടിയാൽ മാത്രം മതി. ആ റമളാൻ കഴിഞ്ഞിട്ടാണ് ഖളാ വീട്ടുന്നതെങ്കിൽ ഖളാ വീട്ടിയാൽ മാത്രം പോരാ, ഒരു നോമ്പിന്
ഒരു മുദ്ദ് കൊടുക്കണം. അവൾക്ക് നല്ല ആഫിയത്തും സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും കഴിഞ്ഞ കൊല്ലത്തെ റമലാനിൽ കള ആയ നോമ്പ് ഹൈല് രക്തത്തിന്റെ കാരണത്താലോ നിഫാസ് രക്തത്തിന്റെ കാരണത്താലോ കഴിഞ്ഞ റമലാനിൽ കള ആയ നോമ്പ് ഈ റമലാന്റെ മുമ്പും സൗകര്യപ്പെട്ടിട്ടും കള വീട്ടിയിട്ടില്ലെങ്കിൽ ഒരു റമലാൻ അങ്ങ് കഴിഞ്ഞു കിടന്നാൽ എന്ത് ചെയ്യണം? ഒരു നോമ്പിന് ഒരു മുദ്ദ് കൊടുക്കണം. 2 റമലാൻ കഴിഞ്ഞാലോ 2 മുദ്ദ്, 3 റമലാൻ കഴിഞ്ഞാൽ 3 മുദ്ദ്. ഒരു 10 കൊല്ലം മുമ്പുള്ളതാണെങ്കിൽ ഒരു നോമ്പിന് എത്ര മുദ്ദ് കൊടുക്കേണ്ടി വരും? 10 മുദ്ദ് കൊടുക്കേണ്ടി വരും. നോമ്പിന്റെ എണ്ണം കൂടുവോ? എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ നോമ്പ് എടുത്തെടുത്ത് കൊയങ്ങിയിട്ടുണ്ട് പറഞ്ഞു. എന്തേ കാര്യം? പണ്ട് പ്രസവത്തില് കുറെ നോമ്പ് പോയിരുന്നു. അപ്പൊ ആരോ പറഞ്ഞോലോ ഓരോ റമലാൻ കഴിഞ്ഞ നോമ്പിന്റെ എണ്ണം. നിങ്ങളിത് കേൾക്കുന്നുണ്ട് ഈ പറയുന്നത്? ഈ മസാല പറയുമ്പോ അത് ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വിൽക്കാൻ വെച്ചത് പാണ്ടാവും. നോമ്പാണോ എണ്ണം കൂടി കൂടി വരിക? നോമ്പ് ഒറ്റൊന്ന് കലാ വിട്ടിയാൽ മതി. 35 കൊല്ലം മുമ്പ് കലാ ആയ ഒരു റമലാനിലെ 4 നോമ്പാണ്. അത് നിങ്ങൾ ഇപ്പൊ കലാ വിട്ടാണെങ്കിലും ഈ കാരണം കൊണ്ടാണ് കലാ ആയത്. കലാ വിട്ടുമ്പോൾ എന്ത് ചെയ്താൽ മതി? ആ 4 വിട്ടിയാൽ മതി. പക്ഷേ ഓരോ നോമ്പിനും 35 മുദ്ദ് കൊടുക്കണം. അതാണ് വിഷയം. ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, കഴിഞ്ഞ റമദാനിലൊക്കെ കളാ ആയ വല്ല നോമ്പുണ്ടെങ്കിൽ എന്ത് വേണം? കളാ വീട്ടണം. ഈ റമദാൻ അതിനു മുമ്പ് കളാ വീട്ടണം. നിസ്കാരം കളാ വീട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് നോമ്പും കളാ വീട്ടണ്ടെന്ന് വിചാരിക്കണ്ട. ഫർളായ അമലാന്ന് കരുതിയിട്ട് ഒന്നിനെ ഒന്നിന്റെ മേൽ ഖിയാസാക്കാൻ പാടില്ല. ഇപ്പൊ ഈ അടുത്തൊരു മൗലവി ചെയ്ത കണ്ടങ്ങള് സക്കാത്തുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തെ നിസ്കാരത്തിന്റെ മേലിലും നോമ്പിന്റെ മേലിലും ഒക്കെ കണ്ട് താരതമ്യം ചെയ്തു, ഇസാസാക്കി. ഫർളായ നോമ്പ് നിസ്കാരം അതെല്ലാരും സംഘടിതമായിട്ട് നിസ്കരിക്കലല്ലേ അഫ്ളല്? ഇയാള് ചോദിക്കാൻ, ഫർളായ നിസ്കാരം സംഘടിതമായി ഒന്നിച്ച് നിസ്കരിക്കലല്ലേ അഫ്ളല്? ഫർളായ നോമ്പ് അത് ഒരൊറ്റ മാസം തന്നെ എല്ലാരും കൂടി ചെയ്യലല്ലേ അഫ്ളല്? ഫർളായ ഹജ്ജ് അതൊരൊറ്റ മാസത്തിലല്ലേ ചെയ്യേണ്ടത്? അതുകൊണ്ട് ഫർളായ സക്കാത്തും എല്ലാരും സംഘടിതമായിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ ഫർളാന്ന് കരുതി ഒന്നിനെ മറ്റൊന്നിന്റെ മേൽ ഖിയാസാക്കാൻ പറ്റുമോ? ഇപ്പൊ ഒരു പെണ്ണിന് മെൻസസ് പീരീഡിൽ നിസ്കരിക്കാൻ പാടുണ്ടോ? പറ്റുമോ? പറ്റൂല. ഖളാ വീട്ടണോ? വേണോ? വേണ്ട. അല്ലാഹ് നിസ്കാരല്ലേ, എനിക്കൊന്നും കൂടി എന്റെ റബ്ബിലേക്ക് അങ്ങ് അടുക്കണം. അതുകൊണ്ട് ഞാൻ ആ 7 ദിവസത്തെ നിസ്കാരം അല്ലെ 5 ദിവസത്തെ നിസ്കാരം ഖളാ വീട്ടും എന്ന് പറഞ്ഞ ഖളാ വീട്ടിയാൽ എന്താ അതിന്റെ ഹുക്കുമ്? എന്താ ഹുക്കുമ്? ഹറാമാണ്, പാടില്ല. ആ പീരീഡിൽ നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വിട്ടൽ ഹറാമാണ്, പാടില്ല. എന്നാ നോമ്പും അങ്ങനെ തന്നെ ഇക്കാര്യം വിചാരിച്ചിട്ട് ആ നോമ്പ് ഖളാ വിട്ടാക്കാൻ പറ്റുമോ? ഇല്ല. അതാ പറഞ്ഞ ഫർളാന്ന് കരുതി ഒന്നിന്റെ മേൽ അങ്ങനെ ഖിയാസാക്കാൻ പറ്റൂല. അതിനൊക്കെ കുറെ നിയമങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അബദ്ധങ്ങൾ വന്നു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.